Hi guys, I am Ajay. Let's explore with Ajay. ഞാനിപ്പോൾ നിൽക്കുന്നത് നേര്യമംഗലം. ഇതാണ് ഇടുക്കി ജില്ലയിലോട്ടുള്ള എൻട്രി എന്ന് പറയുന്നത്. എറണാകുളം ജില്ലയിൽ നിന്ന് ഇടുക്കി ജില്ലയിലോട്ടുള്ള എൻട്രി. അതായത് ഇവിടെ നിന്നാണ് നമ്മൾ മൂന്നാർ, കട്ടപ്പന ഈ രണ്ട് ഡയറക്ഷനിലോട്ടും തിരിയാനുള്ള ജംഗ്ഷൻ. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഇടുക്കി ജില്ലയുടെ അതിർത്തി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ്, നേര്യമംഗലം ടൗൺ. ഇതിനപ്പുറത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഒരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള, ഐക്കോണിക് ആയിട്ടുള്ള ഒരു പാലമുണ്ട്. ബ്രിട്ടീഷുകാർ പണിതാണെന്ന് തോന്നുന്നു. അത്രയും പഴക്കമുള്ള വളരെ സീനിക്കായിട്ടുള്ള ഒരു ആർച്ച് ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജ് ഇന്ന് കാണാൻ പോവാം. ലെറ്റ്സ് സീ. ഇതാണ് നേര്യമംഗലം ടൗൺ. നേര്യമംഗലം ടൗണിൽ ഇപ്പം നല്ല റഷാണ്. ഒരുപാട് ടൂറിസ്റ്റ് വാഹനങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വന്നത്. അതോടൊപ്പം ഇപ്പം കൺസ്ട്രക്ഷൻസിന് വേണ്ടിയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ NH ഹൈവേ വരുന്നതിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ഇവിടെ കൺസ്ട്രക്ഷൻ വെഹിക്കിൾസ്, ഇത്തരം ടോറസ് ലോറികളുടെ ഒരു നീണ്ട നിരയാണ്. കൂടുതലും ഇവിടെ സൺഡേ ഫുൾ ടൂറിസ്റ്റ് വാഹനങ്ങളായിരിക്കും. സായിപ്പ്മാരെ, ഹിന്ദിക്കാരെ, നല്ല സുന്ദരികളായ പെൺപിള്ളേരെയും കൊണ്ടുപോകുന്ന ചുള്ളൻ ചെറുക്കന്മാർ എല്ലാം ഇവിടെ കാണാൻ പറ്റും. അവരൊരു ഇപ്പം എറണാകുളത്തു നിന്ന് വരുന്നവരുടെ ഒരു കുറച്ച് നേരത്തെ ഒരു വിശ്രമ സ്ഥലം കൂടെയാണ്. കാരണം എറണാകുളം മൂന്നാർ എന്ന് പറയുന്ന ഏകദേശം 130 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഇവിടം വരെ ഇപ്പം യാത്ര ചെയ്യുന്ന ആൾക്കാരെപ്പോഴും വരുവാണെങ്കിൽ ഈ സ്പോട്ടിൽ നിന്ന് ഇതിൻ്റെ ബാക്കിലുള്ള കോതമംഗലം എന്ന സ്ഥലത്തു നിന്നോ നിങ്ങൾ ആവശ്യത്തിന് പെട്രോൾ ഫില്ല് ചെയ്തിട്ടേ ഇവിടെ വരാവുള്ളൂ. നേര്യമംഗലം ടൗണിൽ നിന്ന് കാണുന്ന ഇടുക്കി ജില്ലയിലെ മലനിരകൾ. ആ കാണുന്ന ഭാഗമാണ് ഈ നേര്യമംഗലം കാടിനകത്തൂടെ പോകുന്ന വാളറ ആ ഏരിയ എന്ന് തോന്നുന്നു. ഇവിടെ നിന്നാണ് ഈ ഘട്ട് റോഡ്സ്, ഹില്ലി റോഡ്സിൽ കൂടെയുള്ള യാത്ര തുടങ്ങുകയാണ്. ഒരു പെട്രോൾ പമ്പ് ഇവിടെ ഉള്ളത്. കൂടുതലും ഇനി ഒരു 20 കിലോമീറ്റേഴ്സ് പെട്രോൾ പമ്പോ മറ്റ് ഫെസിലിറ്റീസോ ഇല്ലാത്തൊരു യാത്രയായിരിക്കും നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. ഏറ്റവും വരുന്ന ആൾക്കാർ ഇവിടെ നിന്ന് മാക്സിമം പെട്രോൾ ആൻഡ് ഫുഡ്, നിങ്ങളുടെ ഫ്യൂൽ ആൻഡ് ഫുഡ് ഇവിടെ നിന്ന് തന്നെ ആവശ്യത്തിന് വാങ്ങിച്ചിട്ട് പോവുക. ദിസ് ഈസ് നേര്യമംഗലം. അപ്പോൾ ആ കാണുന്നതാണ് നേര്യമംഗലം മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ്. ഇവിടെ ചെറിയ ആശുപത്രിയും കാര്യങ്ങളുണ്ട്. വലിയ ഫെസിലിറ്റീസ് ഉള്ള ആശുപത്രികളൊന്നുമില്ല. ചെറിയ ക്ലിനിക്സ്, നഴ്സിംഗ് ഹോംസ്. ഇപ്പോൾ ഇതാണ് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു മോണുമെൻ്റ് എന്ന് തന്നെ പറയാം. ഇവിടെ ഇടുക്കി ജില്ലയെ മെയിനായിട്ട് കണക്ട് ചെയ്യാൻ എന്ന നേര്യമംഗലം പാലം. ഇതാണ് ഇടുക്കി ജില്ലയുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ. ആ കൺസ്ട്രക്ഷന് ഒരുപാട് കഥകൾ പറയാനുണ്ട്, ഒരുപാട് ചരിത്രം പറയാറുണ്ട്. മൂന്നാർ ടൂറിസം മേഖലയെ താങ്ങി നിർത്തുന്നത് പോലും ഈ പാലം കൊണ്ടാണ്. കാരണം ഇത് ക്രോസ് ചെയ്ത് പെരിയാർ ക്രോസ് ചെയ്യാനുള്ള ഏക ആശ്രയം മൂന്നാർ. ഇതാണ് ചരിത്രമുറങ്ങുന്ന നേര്യമംഗലം പാലം. ഒരുപാട് കഥകൾ പറയുന്ന നേര്യമംഗലം പാലം. ഇപ്പോൾ ഇവിടെ വണ്ടിപ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് സ്പോർട്സ് ബൈക്കുകൾ പാസ് ചെയ്യുന്ന സൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോഴും ഇതാണൊരു സൺഡേയിലെ നേര്യമംഗലം പാലത്തിലെ ഉച്ചയ്ക്ക് ഏകദേശം 2 മണിക്കത്തെ തിരക്കെന്ന് പറയുന്നത്. വളരെ സീനിക്കായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ പെരിയാർ നിങ്ങൾക്ക് കാണാം. ഇരുവശങ്ങളും വളരെ എന്താ പറയുക, വളരെ ഭംഗിയാർന്ന കാഴ്ചകൾ. ചുറ്റിനും ഈ നദിയുടെ ഇരു കരകളിലും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മരങ്ങളും ഈ വെജിറ്റേഷൻസാണ് ഇവിടെ ഉള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വെജിറ്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് പുതിയ പാലം പണിയുന്നത്. ഇവിടെ ഇപ്പോഴും നല്ല തിരക്കാണ്. ഇവിടെ പാലത്തെ കയറി നിൽക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നേര്യമംഗലം പാലം എന്ന് പറയുന്നത്. ഇപ്പോഴും നല്ല വണ്ടിത്തിരക്കാണ്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 കരകളുണ്ട് ഈ നദിക്ക്, പെരിയാറിന് ചുറ്റും.
പെരിയാറിന് അക്രോസ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന പാലമാണിത്. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും. ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആർച്ചിന് ഇരുവശത്ത് ആർച്ചിന് ക്രോസ് ചെയ്ത് ഒരു ക്രോസ് ബീംസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 4 വെച്ച്. ഏകദേശം 5 ആർച്ചാണെന്ന് തോന്നുന്നു. 5 ആർച്ചാണ് ഇതിലൂടെ പാലത്തെ ഉള്ളത്. ഇടുക്കി ജില്ലയുടെ ഒരു ഐക്കണാണ് ഈ പാലം എന്ന് പറയുന്നത്. മൂന്നാർ ടൂറിസത്തിനെ മൂന്നാറിലോട്ട് യാത്രികരെ വെൽക്കം ചെയ്യുന്നത് ഈ പാലമാണ്. ഈ പാലത്തിൻ്റെ അക്കരെ എറണാകുളം ജില്ലയും പാലത്തിൽ നിന്ന് കയറി അങ്ങോട്ട് പോകുമ്പോൾ അത് ഇടുക്കി ജില്ലയാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദികളിലൊന്നായ പെരിയാർ. ഇതാണ് നേര്യമംഗലം പാലത്തിൻ്റെ അടുത്ത കര എന്ന്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഒത്തിരി അധികം വ്ളോഗുകളൊന്നും നമുക്കധികം കിട്ടുന്നില്ല. വളരെ ഷോർട്സാണ് കൂടുതലും യൂട്യൂബിൽ കാണുന്നത്. വളരെ സീനിക്കാണ്. അവിടെ ഫിഷിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവിടെ പോകാൻ പറ്റുമെന്ന് നോക്കാം. പിന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനും വണ്ടി കഴുകാനും ഒക്കെ ഉള്ള ഒരിടവും കൂടെയുണ്ട്. പിന്നെ അവിടെ കണ്ടോ, അവിടെ കൂടുതലും ഈ വള്ളം അടുപ്പിച്ചിട്ടുള്ള ഫിഷിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും വന്ന് ഇവിടെ ഇറങ്ങി നിന്ന് ഇതിൻ്റെ കാഴ്ച ആസ്വദിക്കുന്നതാണ്. പക്ഷേ ഇറങ്ങി ഈ കാഴ്ച ആസ്വദിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര റഷ് റോഡാണ്. അപ്പം വീതിയും കുറവാണ്, പഴയൊരു കൺസ്ട്രക്ഷൻ. പക്ഷേ അന്നത്തെ കാലത്തെ ആൾക്കാർ വളരെ എത്രമാത്രം വിഷനറിയാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം നേര്യമംഗലം പാലം ഇത് എക്സിറ്റ് അതായത് നമ്മൾ ഇടുക്കി ജില്ലയുടെ ഭാഗത്തോട്ട് ആ ബൗണ്ടറി ക്രോസ് ചെയ്യണം. ഇവിടെ നല്ല കള്ള് ഷാപ്പ് ഒരെണ്ണമുണ്ട്. അപ്പം ഈ ഷാപ്പിലെ ഭക്ഷണം പ്രിയർക്ക് അവിടെ വന്നത് എക്സ്പ്ലോർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് യാത്ര തുടരാം. അഥവാ റിട്ടേണിംഗ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടെ നാടൻ ഭക്ഷണം ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ വരാം. ഇവിടെ ഒത്തിരി കപ്പിൾസ് യാത്ര ചെയ്യുന്നതാണ്, ബോയ് ഫ്രണ്ട്സ് ആൻഡ് ഗേൾ ഫ്രണ്ട്സ്. ഉണ്ടോ ഒരു പഴയ ലാൻഡ് റോവർ. എക്സോട്ടിക് കാർസ് ഒരുപാട് സൈറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. ഇവിടെ കുറേ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇവർ കൺസ്ട്രക്ഷൻ വർക്കിന് വന്ന ആൾക്കാരാണ്. ഇതാണ് അത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിയാൽ. ആ കാണുന്നത് ഒരു മലയുടെ ഒരു നിരയാണ്. ഇതാണ് അവിടെ കൂടെ കാണുന്ന പെരിയാർ. പുതിയ പാലം വരുന്ന ഏകദേശം ഈ വഴിയായിരിക്കും. ഇവിടെ നിന്നാണ് നേര്യമംഗലം കാട് എന്ന് പറയുന്ന ആ ഫോറസ്റ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാത്രി എലഫൻറ്റ് ക്രോസിംഗ് ഒക്കെ ഉള്ളതാണ്. ആൾക്കാർ വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വരിക. നൈറ്റ് റൈഡ് വരുന്ന ആൾക്കാർ നൈറ്റ് ഏത് വാഹനങ്ങൾ കൊണ്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അവിടെ കുറച്ച് റൈഡേഴ്സാണെന്ന് തോന്നുന്നു. അവരവിടെ ഈ റെസ്റ്റ് ചെയ്യാൻ കയറിയ. പിന്നെ ഈ ഇവിടെ പല ബസ് സ്റ്റോപ്പും വെയിറ്റിംഗ് ഷെഡും കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും യാത്ര നല്ല വെയിലത്ത് ഡ്രൈവ് ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ, കുറച്ച് തണലത്തും തണുപ്പത്തും റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരുപാട് വെയിറ്റിംഗ് ഷെഡും കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ കൂടുതൽ ഈ നാട്ടുകാരാണ് ഉള്ളത്. ഇപ്പം കാണുന്നത് ഈ നാട്ടുകാരാണ്. പിന്നെ അപകടകരമായ വളവാണ്. എപ്പോഴും നല്ല സ്പീഡിൽ എല്ലാ വാഹനങ്ങളും വരുന്നുണ്ട്. 2 വീലേഴ്സ് നല്ല സ്പീഡിലാണ് വരുന്നത്. നല്ല സ്പീഡിൽ യാത്ര ചെയ്യുന്ന 2 വീലേഴ്സ്. ബസ്, ലോങ് ട്രിപ്പ് ബസ്. ഇതാണ് നേര്യമംഗലത്തെ പഴയ പാലം പൊളിച്ച് പുതിയ പാലം പണിതുകൊണ്ടിരിക്കുന്ന ആ കൺസ്ട്രക്ഷൻ സൈറ്റാണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. ഈ ചാനൽ കൂടുതലായിട്ട് സാധാരണ ആൾക്കാർ കാണാത്ത കാഴ്ചകൾ കൂടുതലായിട്ട് ആൾക്കാരിൽ എത്തിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പം ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് അതിനകത്ത് പെരിയാറിൻ്റെ കരയിൽ പോയെന്നുള്ള ദൃശ്യങ്ങൾ ഇനി കാണാം. ഇതാണ് പെരിയാറിൻ്റെ കരയിലോട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ഡ്രിൽസ് കാര്യങ്ങൾ അവിടെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലോങ് പില്ലേഴ്സ് കാണാം. പാലത്തിന് പണിയാനുള്ള പ്ലാറ്റ്ഫോം ചെയ്യാനുള്ള പില്ലേഴ്സ് വരെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പണ്ട് ഇവിടെ എല്ലാം തിക്ക് ആയിട്ടുള്ള വനമായിരുന്നു. ഇവിടെ നിന്നൊരു 20 മീറ്റേഴ്സ് നമുക്ക് ഏകദേശം ഇതിൻ്റെ മരങ്ങളും കാര്യങ്ങളും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പുതിയ പാലം പണിയാനായിട്ടുള്ള പഴയ പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടെ നല്ല ഡ്രില്ലിങ് നടക്കുകയാണ്. ഡ്രില്ലിങ്, എർത്ത് വർക്ക്സ് ആണ് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഭാഗം. ഇതിലൂടെയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ആ കാണുന്ന പാലത്തിൻ്റെ എത്ര മനോഹരമായ ദൃശ്യമാണ് കാണുന്നത് നോക്കി. ഇതാണ് പണ്ടത്തെ കൺസ്ട്രക്ഷൻ്റെ ഗുണം. അതിൻ്റെ എത്രമാത്രം വീതിയേറിയ പില്ലേഴ്സാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ബഹളമാണ്. ഇങ്ങോട്ട് താഴ്ന്ന ഇല്ലി കാട് കണ്ടോ? ഇവിടെ ഇല്ലി മറ്റ് വൃക്ഷങ്ങൾ ചുറ്റിന് തന്നെ കുറച്ചുകൂടി ബാക്കിലായിട്ട് മലനിര വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു സ്പോർട്സ് ബൈക്ക് 2 പോളൂ. വണ്ടിപ്രാത്തന്മാർക്ക് ബൈക്ക് സൈറ്റിങ്ങിന് പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇവിടെ. പക്ഷെ ഇവിടെ പോകുന്ന നല്ല സ്പീഡിലാണ് ആൾക്കാർ പോണേ. നല്ല ഈ കാണുന്ന നേര്യമംഗലം കാടിലൂടെ മറ്റപ്പുറം ഒരു ഗ്രാമമുണ്ട്. അങ്ങോട്ട് പോകാനുള്ളൊരു വഴിയാണ്. ഇവിടെ ഏറ്റവും നല്ല രസമെന്ന് വെച്ചാൽ ഇവിടെ ഇത്രയും ചൂടിനുള്ള ഒരു ക്ലൈമറ്റിനകത്ത് കുളിർമയേറിയൊരു സ്പെഷ്യൽ സോൺ, അതാണ് നേര്യമംഗലം കാടെന്ന് പറയുന്നത്. ഇതൊരു റെയിൻ ഫോറസ്റ്റാണ്. ഇവിടെ ഒത്തിരി ബൈക്കേഴ്സ്, അതായത് RX-100ൻ്റെ പഴയ വേഷം തൊട്ട് സൂപ്പർ ബൈക്സിൻ്റെ മോസ്റ്റ് മോഡേൺ ഹൈ എൻഡ് സൂപ്പർ ബൈക്സിലൂടെ പാസ് ചെയ്യുന്നതാണ്. എറണാകുളത്തെ നല്ല അടിപൊളി റൈഡേഴ്സ്. നിങ്ങൾ മാക്സിമം ചെറുപ്പക്കാർക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് നേര്യമംഗലം. നിങ്ങൾക്ക് നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം. നാടൻ സാധനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കിട്ടും. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസാണ് കാണുന്നത്. ഒത്തിരി വാഹനവും കാര്യം ഇപ്പം എല്ലാം ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എണ്ണം കുറഞ്ഞു. ഇപ്പം നമ്മൾ വളരെ ഒരു ഭയങ്കര ഹോട്ട് ക്ലൈമറ്റിൽ നിന്ന് ആ ഒരു തണുപ്പിനകത്തോട്ട് ഒരു കയറുമ്പോൾ എന്താണോ ഒരു ഭയങ്കര കുളിർമ തോന്നുന്നു. നല്ല രസമാണ് ഇവിടെ ഈ വാക്ക്. ഈ പണ്ട് തൊട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഈ കാടിനകത്തൂടെ യാത്ര ചെയ്യുന്ന ചുമ്മാ നടന്നു പോകുമായിരുന്നു. എൻ്റെ അമ്മേനെ എന്നെ ആവശ്യത്തിലേറെ വഴക്ക് പറയാറുണ്ട്. ഇപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോനെ നീ കാട്ടിൽ കയറരുത് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പം പറയുന്ന അത്യാവശ്യം അനുസരിക്കുന്ന കൂട്ടം ആയതുകൊണ്ട് അന്നും കാട്ടിക്കയറലിന് അന്നും ഇന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. വീട്ടിൽ ഭയങ്കര പേടിയാണ് എന്നെ ഇല്ലെങ്കിലും പറഞ്ഞുകൂടെ. ആ കാണുന്ന ആ ദൂരെ ആ മലയുടെ ആ ഭാഗത്താണ് ഇവിടെ ഈ ശരിക്കും ഇവിടെ നിന്നുള്ള ഹില്ലി റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഓൾമോസ്റ്റ് നിരന്ന പ്രദേശമാണ്. അവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റേ ഉണ്ട് ഇവിടെ. അവിടെ തന്നെ ഇപ്പോൾ അപ്പുറേ ഒരു കള്ള് ഷാപ്പുണ്ട്. ഷാപ്പിലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആളുകൾ. ഫുഡിന് നല്ല സ്ഥലമാണ്. നേരത്തെ അതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അവിടെ പറഞ്ഞുണ്ടായിരുന്നു. ഇന്ന് ഈ ദിവസങ്ങളിൽ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. 1 വീക്ക് ആവുമെന്ന് പറഞ്ഞു.
ഇവിടെ നേര്യമംഗലത്തെ ഒരു അറിയപ്പെടുന്ന സ്റ്റേ ആണ്. ഇനി ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ടൂറിസ്റ്റിനായിട്ടുള്ള റിസോർട്ട് ഇവിടെ നിന്ന് നേര്യമംഗലം ടൗൺ തീരുന്ന സ്ഥലത്ത് നീലാംബരി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി, അതിനടുത്തോട് തന്നെ മറ്റൊരു പ്രോപ്പർട്ടി. മെയിൻ കേസ് ഇത് 3 എണ്ണമാണ് നേര്യമംഗലത്തെ ഒരു സ്റ്റാൻഡേർഡ് ഹാബിറ്റാറ്റ് ഫോർ ടൂറിസ്റ്റ്. ആ കാണുന്ന എന്തോ ഒരു മസാല ഫാക്ടറിയ കാര്യമാണ്. ഇവിടെ കണ്ട് ചെറിയ ഷാപ്പും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു, ഒന്നും കാണുന്നില്ല. ഇതേ വരുന്ന തിരുവനന്തപുരം KSRTC. ഇപ്പോൾ ഒത്തിരി KSRTC സ്വിഫ്റ്റ് ഉണ്ട് ഇതിലൂടെ. മറ്റേ അതെൻ്റെ സുഹൃത്ത്, എനിക്ക് ആ ചേട്ടനെ പരിചയമുണ്ട്, അവിടുത്തെ കള്ള് ഷാപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ എനിക്ക് അത്ര ധാരണയില്ല.